رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല പല പ്രയാസങ്ങളും പല വേദനകളും പല സങ്കടങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഓരോരുത്തർ കമന്റ് ഇടുന്ന കണ്ടിട്ടുണ്ട്. പലരും കണ്ണ് സംബന്ധമായ കണ്ണ് രോഗവുമായി ബന്ധപ്പെട്ട് ആ കണ്ണ് രോഗത്തിന്റെ പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് ആളുകൾ. അതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മരുന്നുകൾ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു മാറ്റമായിട്ട് മാറും. ആ മരുന്നുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു മരുന്നായിട്ട് മാറുകയും ചെയ്യും. കണ്ണ് സംബന്ധമായി കണ്ണിന്റെ രോഗമുള്ള ആളുകൾ ആ കണ്ണ് രോഗത്തിന്റെ സങ്കടങ്ങൾ മാറാനും വേദനകൾ മാറാനും ചെയ്യാനുള്ളത് അത് ഒരുപാട് പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളത്. കണ്ണ് സംബന്ധമായി കണ്ണ് രോഗവുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യാനുള്ളത് ഇസ്ലാമിന്റെ നിയമപ്രകാരം സുബഹി നിസ്കാരത്തിന്റെ സുന്നത്തിന് മുമ്പായി നമ്മുടെ നെറ്റിയിൽ വലത് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുക. നമ്മുടെ നെറ്റിയിൽ വലത് കൈകൊണ്ടിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഓതണം, റബ്ബന അത്തിമിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ആയത്ത് നമ്മൾ ഓരോരുത്തരും നല്ലതുപോലെ ഓതുകയാണെങ്കിൽ കണ്ണ് സംബന്ധവുമായിട്ടുള്ള രോഗങ്ങൾക്ക് അതൊരു പരിഹാരമായി. അത് ചെയ്യാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാകണം. നമ്മളങ്ങനെ ചെയ്താൽ അത് മാറുമോ, അങ്ങനെ ചെയ്താൽ ശരിയാവോ, അങ്ങനല്ല. അത് ചെയ്താൽ എന്റെ സങ്കടവും എന്റെ വേദനകളും എന്റെ വിഷമങ്ങളും മാറും എന്നുള്ള ആ ഒരു ചിന്ത വേണം. അപ്പൊ കണ്ണ് സംബന്ധവുമായി രോഗങ്ങളും വേദനകളും ഉള്ളവർ സുബഹി നിസ്കാരത്തിന്റെ സുന്നത്തിന്റെ തൊട്ട് മുമ്പായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈ നമ്മുടെ നെറ്റിത്തടത്തിൽ പിടിച്ചിട്ട് റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മൾ ചൊല്ലിയതിനു ശേഷം യാ നൂറു യാ ബസ്വീർ എന്നുള്ള ആ ദിക്ർ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളാണല്ലോ, അള്ളാഹുവിന്റെ നാമങ്ങളാണല്ലോ, ആ ഒരായത്ത് ചൊല്ലിയതിന് ശേഷം യാ നൂറു യാ ബസ്വീർ എന്നുള്ള ദിക്ർ നമ്മൾ 15 തവണ നമ്മൾ ഓതുക. അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ആ ഒരായത്തോതിന് ശേഷം യാ നൂറു യാ ബസ്വീർ എന്നുള്ള ആ ഒരു ദിക്റും കൂടെ നിങ്ങൾ പതിവാക്കുക. അതിനുശേഷം 5 പ്രാവശ്യം യാ റബ്ബു, അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും നല്ല ഒരു ഇസ്മാണ്, ആ ഒരു ഇസ്മും കൂടെ യാ റബ്ബു എന്നുള്ള ആ ഒരു ദിക്റും കൂടെ നിങ്ങൾ ചൊല്ലണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഖൗവി ബസ്വരി അല്ലാഹുമ്മ ശ്ഫി അന്ത ഷാഫി അല്ലാഹുമ്മ ആഫി അന്തൽ മുആഫി. ഞാൻ ഇതിനോടൊപ്പം ഇതിന്റെ ആ ഒരു ഈ പറയുന്ന ഈ ദുആയും കൂടെ ഞാൻ അൽഹംദുലില്ലാഹ് വിടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കണ്ടിട്ട് ആ ഉള്ള ദിക്ർ, ആ സന്തോഷകരമായിട്ടുള്ള ഈ ദുആ നിങ്ങൾ ചൊല്ലുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. സുബഹിക്ക് തൊട്ട് മുമ്പായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സുന്നത്തിൽ നമ്മൾ ഓതണം. നമ്മുടെ നെറ്റിത്തളത്തിൽ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഓതണം, റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മൾ ഓതിയതിന് ശേഷം യാ നൂറു യാ ബസീർ യാ നൂറു യാ ബസീർ യാ നൂറു യാ ബസീർ യാ നൂറു യാ ബസീർ എന്ന് 15 തവണ, അതായത് 15 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. അതിനുശേഷം 5 തവണ യാ റബ്ബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു എന്നുള്ള അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളിൽപ്പെട്ട മർമ്മപ്രധാനമായ ഈ ഒരു ദുആ, ഈ ഒരു ഇസ്മ അതും കൂടെ നിങ്ങൾ ചൊല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഖൗവി ബസ്വരി അല്ലാഹുമ്മ ശ്ഫി അന്ത ഷാഫി അല്ലാഹുമ്മ അൻത ആഫി വൽ അൻത ആഫിൽ മുആഫി എന്നുള്ള ആ ദിക്ർ ചൊല്ലുക. നമ്മളങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗത്തിന് എല്ലാ സങ്കടങ്ങളും അത് മാറ്റിത്തരും. ഇത് മഹാനായ ഇമാം ദൈറബി റഹ്മഹുല്ലാ പ്രഖ്യാപിച്ചിട്ടുള്ള അത്ഭുതകരമായ ഒരു ചികിത്സയാണ്. ഇനി പല ആളുകൾക്കും ചെങ്കണ്ണ് പോലത്തെ രോഗങ്ങൾ വന്നിട്ട് കണ്ണ് തുറക്കാൻ പറ്റാതെ കണ്ണുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാന്നറിയാതെ വളരെ നൊമ്പരപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്.
നമ്മൾ ബാങ്ക് കൊടുക്കുന്ന അവസരത്തിലും ഇഖാമത്ത് കൊടുക്കുന്ന അവസരത്തിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള പരിശുദ്ധമായ ഹബീബിന്റെ വാക്ക്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പോലും ഈ ഒരു വാക്ക് പറയാൻ കഴിയാതെ, എന്ന് പറഞ്ഞാൽ നബിതങ്ങളോടുള്ള ഇഷ്കും നബിതങ്ങളോടുള്ള ഇഷ്ടവും കൊണ്ട് ഈ ഒരു വാക്കൊന്നും മിണ്ടാൻ പോലും പറ്റാതെ അവിടെ തളർന്നു വീണുപോയെങ്കിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശാന്തലമായ തീരത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന ലോകത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ആ നാമം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എല്ലാവരും ചൊല്ലണം മർഹബം ബിക യാ ഹബീബി വ ഖുർറത്തി ഐനി യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ട് തള്ളവിരലിന്റെയും നഖം ചുംബിച്ച് അത് രണ്ട് കൊണ്ടും നമ്മുടെ കൺപോളകളുടെ മേലിങ്ങനെ തടവുക. ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം നസാരി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ ചെയ്യുക. നമുക്ക് കണ്ണ് സംബന്ധവുമായ രോഗങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്തെന്നറിയുമോ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഈ രണ്ട് കൈകൾ ഇങ്ങനെ എടുക്കുക. ഈ രണ്ട് കൈകളുടെ തള്ളവൽ അല്ലാഹും എന്നിട്ട് എന്ത് വേണം? മർഹബം ബിക യാ ഹബീബി വ ഖുർറത്തി ഐനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിനെ തൂതുക. അതിനെ തൂതിയിട്ട് നമ്മുടെ ഈ കൺപോളയിൽ ഇങ്ങനെ തടവുക. അപ്പോ നമ്മുടെ കണ്ണ്, നമ്മുടെ ചെങ്കണ്ണ് പോലുള്ള രോഗങ്ങൾക്ക് അതൊരു പീയൂഷമാണ്. അത് ചെയ്യാനുള്ള മനസ്സും മനക്കരുത്തുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിപ്പോ അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാകുമോ? അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ അസുഖങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നല്ല, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ പോകുന്നത് എന്നൊന്നുമല്ല. മറിച്ച് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവും അവന്റെ ഈമാനും അത് അവനിക്കൊരു പാഠമാണ്. ആ ഒരു വിശ്വാസവും ആ ഒരു ഈമാനും അവന്റെ ഖൽബിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ നന്മയുടെ വഴികളിലേക്ക് അവൻ കടക്കണം. ഹബീബിന്റെ വാക്ക് അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുകൊണ്ട് കണ്ണ് രോഗവുമായി ബന്ധപ്പെടുന്നവർ, കണ്ണ് സുഖമില്ലാത്തവർ, കണ്ണ് വല്ലാതെ ചൊറിയുന്നവർ, അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഈ ഒരു ദുആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. ഈ ഒരു ദുആ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമായിരിക്കും, ഏറ്റവും നല്ല ഔഷധമായിരിക്കും. നിങ്ങൾ ചെയ്തു നോക്ക്, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടൂല. അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു മനക്കരുത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സങ്കടങ്ങൾ കൊണ്ട് കഴിയുന്നവർ, വിഷമത്തിൽ കഴിയുന്നവർ, വേദനയിൽ കഴിയുന്നവർ, അല്ലാഹു തആല എല്ലാവരുടെയും വേദനകൾക്ക് അല്ലാഹു പരിഹാരം തരട്ടെ. അല്ലാഹു സന്തോഷം തരട്ടെ. അല്ലാഹു ഇസ്സത്തുള്ള ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം അല്ലാഹു നമുക്ക് തരട്ടെ. സന്തോഷത്തിന്റെ ഈമാനിന്റെ വഴികൾ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു തആല കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.